ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ചാം ടെസ്റ്റിന് പിന്നാലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ വിരമിക്കുമെന്ന വാർത്തയ്ക്കും അഭ്യൂഹങ്ങൾക്കും ഇപ്പോൾ വിരാമമിട്ടിരിക്കുകയാണ്. സിഡ്നി ടെസ്റ്റിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനം വിരമിക്കൽ തീരുമാനമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് നിർത്തുന്ന കാര്യം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ട് പോലുമില്ലെന്ന് രോഹിത് വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യം പരിഗണിച്ച് ഫോമില്ലാത്തത് കൊണ്ടും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായക മത്സരമായതിനാൽ ഫോമുള്ള താരത്തെ ആവശ്യമുള്ളതിനാലാണ് താൻ മാറി നിൽക്കുന്നതെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. സിഡ്നി ടെസ്റ്റിൽ രണ്ടാം ദിനം ലഞ്ച് ബ്രേക്ക് സമയം സ്റ്റാർ സ്പോർട്സ് അവതാരകൻ ഇർഫാൻ പത്താന്റെ ചോദ്യത്തിനാണ് മറുപടി നൽകിയത്. ചീഫ് സെലക്ടറുമായുള്ള ചർച്ചയ്ക്ക് ശേഷം താൻ ടെസ്റ്റിൽ നിന്നും വിട്ടുനിൽക്കുന്നു. ഫോമില്ലാത്ത തനിക്ക് പകരം മറ്റൊരു ഫോമുള്ള താരത്തെ കളിപ്പിച്ച് ടീമിന് വിജയം നേടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിഡ്നിയിലെത്തി പരിശീലനത്തിൽ തനിക്ക് ബാറ്റിംഗിൽ താളം കണ്ടെത്താൻ സാധിച്ചില്ല. കൂടാതെ അടുത്ത 6 മാസം കാലത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ എന്താണ് ആവശ്യം അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ഫോമില്ലാത്തത് കൊണ്ട് മാറി നിൽക്കുന്നു എന്നുള്ളൂ. ജീവിതം മാറ്റങ്ങൾക്ക് വിധേയമല്ല. എല്ലാം മാറി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നോട് തന്നെ സത്യസന്ധത പുലർത്തേണ്ട അത്യാവശ്യമാണെന്ന് കരുതുന്നു. കൂടാതെ പന്ത് കൊണ്ട് ബുംറ ഓരോ മത്സരത്തിലും കാണിക്കുന്ന മാജിക് അതുല്യമാണ്. 2013 മുതൽ ഞാൻ അവനെ കാണുന്നതാണ്. അന്ന് മുതൽ കുത്തനെയാണ് അവന്റെ ഗ്രാഫ്. എന്റെ ആശയം ഒട്ടേറെ പേർക്ക് വിയോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ജയിക്കണമെന്ന ഉറച്ച ആഗ്രഹത്തോടെയാണ് ഓരോ കളിക്കും ഞങ്ങൾ ഇറങ്ങുന്നത്. ജയം തോൽവി എല്ലാം സ്വാഭാവികമാണ്. എന്തായാലും ടെസ്റ്റ് വിട്ട് ഒരിടത്തും പോകുന്നില്ലെന്ന് രോഹിത് പറഞ്ഞു.